Yeah, thank you again, brothers, sisters, and children, for the opportunity to speak with you all today. വീണ്ടും പ്രിയ സൗരി സാർമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് നന്ദി. I wish I could have been there in person, but I'm thankful that I can at least join you this way. ഞാൻ വ്യക്തിപരമായിട്ട് അവിടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇങ്ങനെ ഈ രീതിയിലാണ് എങ്കിലും ആയിരിക്കുവാൻ സാധിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. In my previous message, I was saying about how the life of Jesus is our witness from John chapter 1, verse 4. മുമ്പത്തെ സന്ദേശത്തിൽ യേശുവിന്റെ ജീവിതം നമ്മുടെ സാക്ഷിയായിരിക്കുക എന്നുള്ളത് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് നാം കണ്ടു. Let's read that verse again. John 1, verse 4. ആ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാൻ 1:4 വാക്യം. In him was life, and the life was the light of men. The light shines in the darkness, and the darkness did not overcome it. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. So to manifest the life of Jesus in the last days, യേശുവിന്റെ ജീവൻ അവസാന നാളുകളിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി, means that as the days get darker, the darkness can never overpower this light. ആ ഇരുൾ അത് കൂടുതൽ ഇരുൾ ആയിത്തീരുമ്പോൾ അതിന് ഒരിക്കലും ഈ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. If you really have the life of Christ in you, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, no amount of darkness can ever overpower it. ഏതളവിലുള്ള അന്ധകാരത്തിനും നിങ്ങളെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല. Because that's how Jesus, when he came to this earth, lived his life. ഇങ്ങനെയാണ് യേശു താൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ജീവിച്ചത്. The life of Jesus in us should look exactly like the life of Jesus when he lived here on this earth. നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ തന്നെ ആയിരിക്കണം. And it's not in the things that Jesus did, like living in Nazareth, being a carpenter, doing miracles, and all those things. യേശു ചെയ്ത കാര്യങ്ങൾ എന്നുള്ളതല്ല അത് അർത്ഥമാക്കുന്നത്. നസ്രത്തിൽ ജീവിക്കുകയും തച്ചനായിട്ട് ജോലി ചെയ്യുകയും പല അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുകയും അത് അല്ല അർത്ഥമാക്കുന്നത്. Now, if I said, in order to have the life of Jesus, you must go live in Nazareth, be a carpenter, and all those things. യേശുവിന്റെ ജീവൻ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പോയി നസ്രത്തിൽ പോയി താമസിക്കുകയും ഒരു തച്ചനായിട്ട് ജോലി ചെയ്യുകയും ഒക്കെ വേണമെന്നല്ല. You would say, well, no, that's obviously not what it means. നിങ്ങൾ പറയും, ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും ഉറപ്പായും അതല്ല അത് അർത്ഥമാ എന്ന്. Yet there are many Christians today who think that to manifest the life of Jesus means we must do miracles and heal the sick and cast out demons and all of those things. എന്നാൽ ഇപ്പോഴും പല ക്രിസ്ത്യാനികളും യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിശാചുക്കളെ പുറത്താക്കുകയും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആണ് പറയുന്നത്. That would be like saying that to be a human being, you must, I don't know, be a computer engineer, or you must be a doctor, or you must be this or that thing that you do. അതിങ്ങനെയാണ് അത് കാണിക്കുന്നത്. നിങ്ങളൊരു മനുഷ്യനായിരിക്കണമെങ്കിൽ നിങ്ങളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറോ നിങ്ങളൊരു ഡോക്ടറോ അങ്ങനെയൊക്കെ ആയിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നതാണ്. The human nature is not proven by what it does. മനുഷ്യന്റെ സ്വഭാവം അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടല്ല അത് തെളിയിക്കപ്പെടുന്നത്. If you say human nature means you walk on two legs, നാം പറയുകയാണ് മാനുഷിക സ്വഭാവം എന്നാൽ രണ്ട് കാലുകൊണ്ട് നടക്കുകയാണെന്നുള്ളതാണ് എന്ന്. you could get a dog or a monkey to walk on two legs. That doesn't make it a human.
നിങ്ങൾക്ക് ഒരു കുരങ്ങനെയോ പട്ടിയെയോ രണ്ട് കാലിൽ നടക്കുവാൻ പഠിപ്പിക്കുവാൻ കഴിയും. അത് മനുഷ്യനല്ല. There is a quality of the human nature that makes us human. മാനുഷിക സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. And there's a quality of the life of Christ that characterizes it, irrespective of what it does on the outside. യേശുവിന്റെ ജീവന് ഒരു പ്രത്യേകതയുണ്ട്. അത് പുറമെ കാണിക്കുന്നതിന്റെ ഉപരിയായിട്ട് അത് എന്തായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. So most Christians may never cast out demons or heal the sick or do many miracles like Jesus did. മിക്ക ക്രിസ്ത്യാനികളും ഒരിക്കൽ പോലും ഭൂതങ്ങളെ പുറത്താക്കുകയോ യേശു ചെയ്തതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുകയോ ചെയ്യുകയില്ലായിരിക്കാം. Most Christians are not called to preach or be teachers or prophets necessarily. മിക്ക ക്രിസ്ത്യാനികളും പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ പ്രവചന ശുശ്രൂഷ ചെയ്യുവാനോ ഒന്നും വിളിക്കപ്പെട്ടവരായിരിക്കില്ല. But all of us are called to have the life of Christ in us. എന്നാൽ നമ്മെ എല്ലാവരെയും യേശുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിന് നമ്മെ വിളിച്ചതാണ്. So you see that it has nothing to do with the outward gift or the calling that God has for our life. നമുക്ക് നമ്മുടെ പുറമെ ഉള്ള നമ്മുടെ വിളിക്കോ അല്ലെങ്കിൽ നമ്മുടെ വരങ്ങൾക്കോ ആയിട്ട് അതിന് ബന്ധമൊന്നുമില്ല. There must be something on the inside. There must be a quality, a characteristic of that life that proves that it is the life of Christ. അത് ഉള്ളിൽ ഉള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഗുണം, അതായിരിക്കണം യേശുവിന്റെ ജീവൻ. It's very important for us to remember this and be sure of this. നാം ഇത് ഓർത്തിരിക്കുകയും ഈ കാര്യം നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Many denominations of Christianity, when they think about manifesting the life of Jesus, പല ക്രിസ്തീയ വിഭാഗങ്ങളിലും യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ they immediately think about doing the things that Jesus did. അവരപ്പോൾ തന്നെ ചിന്തിക്കുന്നത് യേശു ചെയ്ത കാര്യങ്ങളെ ചെയ്യുന്നതിനെ കുറിച്ചാണ്. We must remember that manifesting the life of Jesus doesn't mean doing the things specifically that he did. നാം ഓർത്തിരിക്കേണ്ട കാര്യം യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്ത പ്രവൃത്തികളെ ചെയ്യുന്ന എന്നല്ല അർത്ഥമാക്കുന്നത്. But that whatever God calls me to do, it is done in a Christ-like way. എന്നാൽ ദൈവം എന്നോട് ചെയ്യാൻ എന്നെ വിളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ക്രിസ്തു തുല്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. That means you take that life of Christ and put it in Nazareth 2000 years ago. It is the life of Christ. ആ എന്നിലുള്ള ക്രിസ്തുവിന്റെ ജീവൻ അത് 2000 വർഷം മുമ്പുള്ള നസ്രത്തിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ അതാണ് യേശുവിന്റെ ജീവൻ. Then you take that life of Christ and put it in Jerusalem. It is still the life of Christ. ആ ജീവൻ ക്രിസ്തുവിന്റെ ജീവൻ എടുത്ത് ജെറുസലേമിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതും യേശുവിന്റെ ജീവനാണ്. Take that life of Christ and put it in a boat on the Sea of Galilee. It is still the life of Christ. ക്രിസ്തുവിന്റെ ജീവൻ എടുത്തുകൊണ്ട് ഒരു ബോട്ടിൽ ഗലീല തടാകത്തിൽ ഒരു ബോട്ടിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതും ക്രിസ്തുവിന്റെ ജീവനാണ്. Take that life of Christ and ask him to be a carpenter. It is the life of Christ. ക്രിസ്തുവിന്റെ ആ ജീവൻ എടുത്തുകൊണ്ട് ഒരു തച്ചനായിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും അത് ക്രിസ്തുവിന്റെ ജീവനാണ്. Then you take that life of Christ and ask him to work in an office in Kochi somewhere. It's the life of Christ. അതിനുശേഷം ക്രിസ്തുവിന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടെ പോയി കൊച്ചിയിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പറയുകയാണെങ്കിൽ അതും ക്രിസ്തുവിന്റെ ജീവനാണ്. You take that life of Christ and put it in some house in Ernakulam to wash dishes and to take care of the children. It's the life of Christ. യേശുവിന്റെ ജീവൻ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് എറണാകുളത്ത് ഒരു വീട്ടിൽ വെച്ചിട്ട് അവിടെ പാത്രം കഴുകാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും ഒക്കെ പറയുകയാണെങ്കിൽ അതും ക്രിസ്തുവിന്റെ ജീവനാണ്. It's still the life of Christ manifest in different things that are done.
ക്രിസ്തുവിന്റെ ജീവൻ അത് പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വെളിപ്പെടുന്നു. The life of Christ doesn't turn on and off based on, oh, I can only do these things or do those things. ക്രിസ്തുവിന്റെ ജീവൻ എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുള്ളൂ, ഇത് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെയൊന്നുമല്ല. Ask that life of Christ to be an elder in a church or to preach a message. Is the life of Christ. ഒരു എൽഡർ ആയിരിക്കുക, സഭയിൽ എൽഡറായി മൂപ്പനായിരിക്കുക, ഒരു സന്ദേശം പ്രസംഗിക്കുക, ഇതാണോ ക്രിസ്തുവിന്റെ ജീവൻ? Or you ask that life of Christ to, after the meeting, go and clean the toilet for the others who are going to use it. That's the life of Christ. അതിനുശേഷം, മീറ്റിങ്ങിന് ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ആ ടോയ്ലറ്റ് വൃത്തിയാക്കുക, അതും ക്രിസ്തുവിന്റെ ജീവനാണ്. To have the life of Christ is to have this same life that Jesus had in whatever God calls us to do. ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന എന്ത് കാര്യം ചെയ്യുവാനും യേശുവിന്റെ ജീവൻ നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. We also saw in the last message this verse from 2 Timothy 3 verse 5. നാം കഴിഞ്ഞ സന്ദേശത്തിൽ 2 തിമോത്തിയോസ് 3:5 വാക്യത്തിലെ ഈ വാക്യവും കണ്ടുവല്ലോ. That the mark of the last days, when difficult times will come, will be that there will be the form of godliness without the power. അവസാന നാളുകളിലെ ഒരു അടയാളം ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. If you think that manifesting the life of Jesus means preaching, healing, doing miracles, speaking in tongues, or all of these things, നിങ്ങൾ ചിന്തിക്കുകയാണ് ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുക എന്നുള്ളത് പ്രസംഗിക്കുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നു, സൗഖ്യം നൽകുന്നു, ഇതൊക്കെയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, or even going to meetings, conferences, if that's what the life of manifesting the life of Christ means for you, മീറ്റിങ്ങുകൾക്ക് പോവുകയോ കോൺഫറൻസുകൾക്ക് പോവുകയോ അതൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചും ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നതെങ്കിൽ, then you only have the form of the life of Christ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ജീവന്റെ ഒരു വേഷം മാത്രമേ ഉള്ളൂ. You don't really have his power inside. തന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥമായിട്ടും ഇല്ല. If you really have the life of Christ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ, let's say you wanted to come to this conference but they didn't give you leave from work. ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ഈ കോൺഫറൻസിൽ വരാൻ ആഗ്രഹമുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ജോലിയിൽ ലീവ് ലഭിച്ചില്ല. So you had to go to work. നിങ്ങൾക്ക് അതുകൊണ്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. Before you were going to come, your child got sick and you had to stay home with the child and take care of your sick child. അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് സുഖമില്ലാതായി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് കുഞ്ഞിനെ ശുശ്രൂഷിക്കേണ്ടതായി വരുന്നു. And you hear about all those others who got to go to the conference and what a blessed time it was. അതിനുശേഷം നിങ്ങൾ കോൺഫറൻസിൽ വന്ന ആളുകളെ നിന്ന് കേട്ടുന്നു, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് അതെന്ന്. When you have the life of Christ and God allows you to be in some circumstance, it doesn't change your reaction to, because you have that life. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടായിരിക്കുകയും ദൈവം നിങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടത്തിവിടുകയും ചെയ്യുമ്പോഴും അത് ആ ജീവൻ അതിനൊരു വ്യത്യാസവുമില്ല നിങ്ങളുടെ പ്രതികരണത്തിൽ. This is what it means to have the power of godliness, the power of the life of Christ. ഇതാണ് ക്രിസ്തുവിന്റെ ദൈവഭക്തിയുടെ ശക്തി, ക്രിസ്തുവിന്റെ ജീവന്റെ ശക്തി വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. This is what will preserve us in the last days. ഇതാണ് അവസാന നാളുകളിൽ നമ്മെ കാക്കുന്ന കാര്യം. 1 Timothy chapter 1. 1 തിമോത്തിയോസ് 1-ാം അധ്യായം. We saw that Paul told Timothy the importance of keeping faith in the last message. നാം കഴിഞ്ഞ സന്ദേശത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് വിശ്വാസം കാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടു. And that's in verse 19. അത് 19-ാം വാക്യത്തിലാണ്. Then he says the second thing is a good conscience.
രണ്ടാമത്തെ കാര്യം നല്ല മനസാക്ഷി ആണ്. And he says, if some have rejected this and suffered shipwreck in regard to their faith. അതിനുശേഷം പറയുന്നത് ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നാണ്. So, along with keeping faith in God until the end, we must keep a clear conscience until the end. കർത്താവിനോടുള്ള വിശ്വാസം അവസാനം വരെയും കാക്കുന്നതിനോടൊപ്പം തന്നെ നല്ല മനസാക്ഷിയും അവസാനം വരെയും നാം കാക്കേണ്ടതുണ്ട്. I talked about faith being like moving forward. The proof that we are alive is that we have faith. ഞാൻ പറഞ്ഞു വിശ്വാസം എന്നാൽ മുമ്പോട്ട് പോകുന്നതാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത് നാം മുമ്പോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. But along with moving forward, it's important that we stay on the road. നാം മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ആ വഴിയിൽ തന്നെ തുടരണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. Okay, maybe you were just dead, not doing anything. Now you're moving forward. That's great. You have faith. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ മുമ്പോട്ട് പോകാതെ മരിച്ചു കിടക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ജീവനോട് നിങ്ങൾ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. It's great that you have faith and you're moving forward, but now we must stay within the road. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. എന്നാൽ ആ വഴിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ആണ് ഇപ്പോൾ വേണ്ടത്. Think of these narrow roads that going through the mountains. ഈ പർവ്വതങ്ങളിലേക്ക് കയറി പോകുന്ന വളരെ ഇടുക്കമായിട്ടുള്ള വഴികളെ കുറിച്ച് ചിന്തിക്കുക. Hairpin bends and lots of curves. ഹെയർപിൻ വളവുകളും വളരെയധികം വളവുകളൊക്കെ ഉള്ള ഒരു വഴി. And if it's a good road, if it's very steep cliff, they'll have some kind of barrier or wall or guardrail to protect cars from going off the road. നല്ല ഒരു വഴിയാണ് എങ്കിൽ അതിന്റെ ആഴമേറിയ സ്ഥലത്ത് നിന്ന് താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഉള്ള വേലികളൊക്കെ ഉണ്ടായിരിക്കും. And those guardrails, my dear brothers and sisters and children, is the conscience that God has given us. ആ സംരക്ഷണ ഭിത്തി പ്രിയ സഹോദരി സഹോദരന്മാരെ, അതാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന മനസാക്ഷി. God has given us a conscience to warn us when we're getting close to the edge. Here's the edge, be careful. നാം അതിന്റെ അറ്റത്തേക്ക് പോകുമ്പോൾ ഇത് വഴിയുടെ അഗ്രഭാഗമാണ് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മുടെ മനസാക്ഷി. And everybody, all human beings have a conscience. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഒരു മനസാക്ഷി ഉണ്ട്. And when our consciences are awakened by the Spirit of God, we realize how the bad things that we're doing dishonor Him. നാം നമ്മുടെ മനസാക്ഷി ഉണർത്തപ്പെടുമ്പോൾ നാം മനസ്സിലാക്കുന്ന കാര്യം, നാം ചെയ്യുന്ന മോശം കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ നാമത്തിന് മാനഹാനി കൊണ്ടുവരുന്നതെന്ന്. And then He gives us a clear conscience, cleansed through the blood of Jesus Christ. അതിനുശേഷം കർത്താവ് ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു നല്ല മനസാക്ഷി നമുക്ക് തരുന്നു. But now it's important to make sure we keep that conscience always clear. ഇപ്പോൾ ആ മനസാക്ഷി എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. And Paul is writing this to Timothy, who is his best co-worker. പൗലോസ് ഇപ്പോൾ ഇത് തിമോത്തിയോസിനോട് എഴുതുന്നതാണ്, തന്റെ ഏറ്റവും നല്ല സഹപ്രവർത്തകനായിട്ടുള്ള തിമോത്തിയോസിനോട്. The exhortation to keep a clear conscience is not just for the unbelievers or the new convert who just came to Christ. ഈ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കണം എന്നുള്ള ആ പ്രബോധനം അത് പുതിയ ഒരു വിശ്വാസിക്കോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിക്കോ നൽകുന്ന കാര്യമല്ല. This is even for the best co-worker that Paul had. He says, keep your clear conscience clear until the end. പൗലോസിനുണ്ടായിരുന്ന ഏറ്റവും നല്ല സഹപ്രവർത്തകനോടാണ് പറയുന്നത്, നിനക്ക് അന്ത്യം വരെയും നല്ല മനസാക്ഷി സൂക്ഷിക്കുക എന്ന്. Another example that will help us understand what it means to have a clear conscience is this. നല്ല മനസാക്ഷി സൂക്ഷിക്കുക ഉള്ളതിനെ കുറിച്ച് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. You all know what a compass is.
നിങ്ങൾക്ക് ഒരു കോമ്പസ് എന്താണെന്ന് അറിയാൻ കഴിയും. Compass is an instrument that can show you where north is. വടക്ക് നോക്കി യന്ത്രം എന്നുള്ളത് അത് വടക്ക് ദിശ എവിടെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഉപകരണമാണ്. If you turn this way, it'll say, yeah, north is over here. അത് നിങ്ങൾ ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ഇതാ വടക്ക് ഭാഗം നേരെയാണ് എന്ന് കാണിച്ചു തരും. Whichever direction you are facing, it can tell you this here, where is the actual north. ഏത് ദിശയിലേക്ക് നാം തിരിഞ്ഞാലും ആ വടക്ക് നോക്കി യന്ത്രം യഥാർത്ഥത്തിലുള്ള വടക്ക് ദിശയിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കും. That's because inside the compass is something that has a magnet that can point to north. അതിന്റെ വടക്ക് നോക്കി യന്ത്രത്തിൽ ഒരു കാന്തം അത് എപ്പോഴും വടക്ക് ഭാഗത്തെ ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാന്തമുണ്ട്. I think it must have been quite exciting when the first person discovered this magnet to always point north. ഈ കാര്യം ആദ്യമായിട്ട് കണ്ടെത്തിയ വ്യക്തിയെ സംബന്ധിച്ചും അത് വളരെ ആശ്ചര്യകരമായിരുന്നിരിക്കണം. എപ്പോഴും ഈ കാന്തം വടക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്നു. And since then that has helped so many people to know who could have easily got lost. Oh, here's how I can come back on track because this is where north is. അതിനുശേഷം വളരെയധികം ആളുകൾ അവർക്ക് ദിശ നഷ്ടപ്പെട്ടു പോകുമായിരുന്നവർക്ക് അവരെ സഹായിച്ചത് ഇതാണ്, ഓ ഇതാണ് വടക്ക്, ഇത് നോക്കി എനിക്ക് മുമ്പോട്ട് പോകാമെന്ന്. But if you take that magnet out of the compass and you just have a instrument with a needle that doesn't have a magnet, then it's not really a compass. എന്നാൽ ആ യന്ത്രത്തിൽ നിന്നും അതിന്റെ ഉള്ളിൽ നിന്നും കാന്തം പുറത്ത് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ ആ സൂചി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള വടക്ക് നോക്കി യന്ത്രമല്ല. And without Christ, before we are born again, we are like the compass that's not magnetized. It cannot know where north is. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നപ്പോൾ നാം വീണ്ടും ജനിക്കുന്നതിന് മുമ്പേ നാം ആയിരുന്ന അവസ്ഥ ഈ കാന്തം ഇല്ലാതെ ഇരിക്കുന്ന ഒരു വടക്ക് നോക്കി യന്ത്രം പോലെയാണ്. The Bible does say that even unbelievers, they have some indication of right or wrong in Romans chapter 2. റോമർ 2-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത് അവിശ്വാസികൾക്ക് പോലും ശരിയും തെറ്റും എന്നുള്ളതിനെ കുറിച്ച് ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. But we know Christ said when he came to show us the Father, where north really is. എന്നാൽ നമുക്കറിയാം ക്രിസ്തു വന്നപ്പോൾ ക്രിസ്തു പിതാവിനെ കാണിക്കുവാൻ വന്നതാണ് എവിടെ ആണ് വടക്ക് ദിശ എന്നുള്ളത്. Now imagine that you're a ship in the middle of the ocean where you cannot see land anywhere. It's just ocean. ഇനി ഇങ്ങനെ സങ്കല്പിക്കുക, നിങ്ങൾ ഒരു വലിയ സമുദ്രത്തിന് നടുവിലാണ്, എങ്ങും കര കാണുവാനില്ല, സമുദ്രത്തിന് നടുവിൽ ഒരു കപ്പലിലാണെന്ന്. That's you and I without Christ. അതാണ് ഞാനും നിങ്ങളും, ക്രിസ്തു ഇല്ലാത്ത ഞാനും നിങ്ങളും. There's a song I used to sing as a child that goes like this. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ശിശുവായിരുന്നപ്പോൾ പാടിയിട്ടുള്ള ഒരു പാട്ട് ഇങ്ങനെയാണ്. Without Christ, I'm only drifting like a ship upon the sea. ക്രിസ്തു ഇല്ലാതെ ഞാൻ ഒരു കടലിൽ ഉഴന്നു പോകുന്ന ഒരു കപ്പൽ പോലെയാണ്. Thank God that through Christ now I know where north is. ദൈവത്തിന് നന്ദി, ക്രിസ്തുവിലൂടെ ഇപ്പോൾ വടക്ക് ദിശ എവിടെയാണെന്ന് എനിക്ക് അറിയുവാൻ കഴിയും. I know who God is. I know his plans for my life. ദൈവം ആരാണെന്നും എന്റെ ജീവിതത്തെക്കുറിച്ച് തന്റെ പദ്ധതികൾ എന്താണെന്നും എനിക്ക് ഇപ്പോൾ കാണുവാൻ കഴിയും. But now that he's given me a good conscience, I must keep it clear and I must make sure that the magnet is still working in the compass. ഇപ്പോൾ കർത്താവ് എനിക്കൊരു നല്ല മനസാക്ഷി തന്നെങ്കിൽ അതിനെ ശുദ്ധമായിട്ട് സൂക്ഷിക്കുകയും അതിന്റെ ഉള്ളിൽ ആ കാന്തം ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് എന്റെ കടമയാണ്. That means whenever God speaks to me in my conscience about what I said or how I said it or what I did or how I did it, അതിന്റെ അർത്ഥം ദൈവം എന്റെ ഉള്ളിൽ എന്റെ മനസാക്ഷിയിൽ ബോധ്യം നൽകുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഞാൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ചെയ്ത കാര്യത്തെക്കുറിച്ചും ഞാൻ എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ചും കാണിക്കുകയാണെങ്കിൽ, and I just shut him off, eventually my compass will lose the magnet. ഞാൻ ആ കാര്യത്തെ അവഗണിച്ചുകൊണ്ട് കർത്താവിനെ കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ പതിയെ എന്റെ ആ വടക്ക് നോക്കിയ യന്ത്രത്തിന്റെ കാന്തം നഷ്ടപ്പെട്ടു പോകും.
then the end result is I think I'm going north, but actually I'm going south. അതിന്റെ അവസാന ഫലം ഞാൻ ആ, വടക്ക് ദിശയിലേക്ക് പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു, എന്നാൽ ഞാൻ നേരെ എതിരായിട്ടുള്ള ദിശയിലേക്കാണ് പോകുന്നത്. The compass is saying north, but there's no magnet there, so it's pointing some other direction, which is not actually north. ഈ വടക്ക് നോക്കിയ യന്ത്രം വടക്ക് ദിശ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നു, എന്നാൽ അതിന്റെ ഉള്ളിൽ കാന്തമില്ലാത്തത് കൊണ്ട് അത് മറ്റേതോ ദിശയാണ് കാണിക്കുന്നത്. And I think, okay, this is north, so I can keep going for a long time. ഞാൻ എന്നാൽ ഇതാണ് വടക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് കുറെ നേരം അതിലൂടെ പോകാൻ കഴിയും. And it's a storm and it's dark and I cannot see with my eyes. അവിടെ വലിയൊരു കൊടുങ്കാറ്റും ഇരുട്ടുമൊക്കെയാണ്, എനിക്ക് എന്റെ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ കഴിയുകയില്ല. And I think I'm going north, but actually I'm going east, let's say. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വടക്കോട്ടാണ് പോകുന്നത് എന്നാണ്, എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ കിഴക്കോട്ടാണ് പോകുന്നത്. And pretty soon I hit a shipwreck, he says. You get shipwrecked. വളരെ വേഗത്തിൽ തന്നെ ഞാൻ ഇവിടെ പറയുന്നത് പോലെ ഒരു കപ്പൽ ഛേദം ഞാൻ നേരിടും. See the importance of having a compass. ഇവിടെ ഒരു വടക്ക് നോക്കിയ യന്ത്രം ഉണ്ടായിരിക്കുന്നതിന്റെ പ്രാധാന്യം കാണുക. Our life is really like going through a storm in the night. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു രാത്രിയിൽ ഒരു കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നത് പോലെയാണ്. We have no idea what's going to happen tomorrow. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ഒരു നിശ്ചയവുമില്ല. Or even later today, we don't know. ഇന്ന് കുറച്ചു നേരത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. God has intentionally allowed us to be in the dark about the future. ദൈവം നമ്മെ ഭാവി കാലത്തെ കുറിച്ചുള്ള ആ കാര്യത്തിൽ നമുക്ക് ഇരുട്ടിലായിരിക്കുന്നത് ദൈവം തന്നെ നിശ്ചയിച്ച കാര്യമാണ്. As a test to see who will keep their conscience clear. അത് ആരാണ് തങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കും എന്നുള്ളത് കാണുന്നതിന് ഉള്ള ഒരു പരീക്ഷണത്തിനായിട്ട് കർത്താവ് അനുവദിച്ചതാണ്. And if you don't keep your conscience clear, you may not shipwreck right away. നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ അത് കപ്പൽ ഛേദം സംഭവിച്ചെന്നിരിക്കുകയില്ല. It may take some time, but one day it will end in shipwreck. അത് ചില നാളുകൾ എടുത്തേക്കാൾ, എന്നാൽ ഒരു ദിവസം അതിന് കപ്പൽ ഛേദം സംഭവിക്കും. Also, you don't have to be 180 degrees opposite to end up in shipwreck. അത് മാത്രമല്ല, നിങ്ങൾക്ക് 180 ഡിഗ്രി വ്യത്യാസത്തിൽ ആയിരിക്കണമെന്നില്ല കപ്പൽ ഛേദം സംഭവിക്കുവാൻ. Could be off by 1 degree. ഒരു ഡിഗ്രി വ്യത്യാസത്തിലായിരുന്നാൽ പോലും eventually that 1 degree, if you stay on that path, you'll end in shipwreck. അത് ആ വഴിയിൽ നിങ്ങൾ തുടർന്നാൽ അത് അവസാനം കപ്പൽ ഛേദത്തിൽ പോയി അവസാനിക്കും. It may be a very, very small thing that God is speaking to you in your conscience about. ഒരുപക്ഷെ അത് വളരെ വളരെ ചെറിയ ഒരു കാര്യമായിരിക്കാം ദൈവം നിങ്ങളുടെ മനസാക്ഷിയോട് സംസാരിക്കുന്ന കാര്യം. A small thing like the way you said that to your wife or to your husband. What you said was correct, but the way you said it was not Christ-like. ഒരു ചെറിയ കാര്യം, നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ സംസാരിച്ച രീതി, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിയായിരിക്കാം, എന്നാൽ ആ രീതി Small thing. വളരെ ചെറിയൊരു കാര്യം. In front of the court of law, you will not be considered a criminal for doing that. കോടതിയുടെ മുമ്പിലൊന്നും നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾ ഒരു കുറ്റവാളി ആയിരിക്കുകയില്ല. And you can justify yourself and say, what I said was true. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് പറയാൻ കഴിയും, ഞാൻ പറഞ്ഞത് ശരിയാണ്. But in your conscience, you know the Holy Spirit is saying, the way you said it was not right. എന്നാൽ നിങ്ങളുടെ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞ രീതി അത് ശരിയായിരുന്നില്ല. Or that thing you said, it was 99.9% true. 1.1% was not true. നിങ്ങൾ പറഞ്ഞ ആ കാര്യം അത് 99.9% ശരിയായിരുന്നു, എന്നാൽ 0.1% തെറ്റായിരുന്നു എന്ന്. That's the 0.1% off. 0.1% അത് ദിശ മാറിയിരിക്കുന്നു. Maybe in your taxes, you did it
mostly correct, but there was a small thing you didn't accurately report. നിങ്ങളുടെ ടാക്സിൽ അത് നിങ്ങൾ മിക്കവാറും ശരിയായിട്ട് തന്നെ ചെയ്തെന്നാൽ 1% അത് ശരിയായ രീതിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ Your conscience is pricking you, saying, "Hey, that's not exactly accurate." നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുത്തുന്നു, അത് പൂർണ്ണമായിട്ടും ശരിയായ രീതിയിലായിരുന്നില്ല അത് ചെയ്തിരിക്കുന്നതെന്ന്. Could be something from 10, 20 years ago. അതൊരു പക്ഷേ 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമായിരിക്കാം. And God reminds you of it, says, "You haven't set that right." ദൈവം നിങ്ങളെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല. Conscience is God's way of telling you, turn around before it's too late. Stop, repent. മനസാക്ഷി എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നതാണ്, തിരിയുക, നിങ്ങൾ ചെയ്ത കാര്യത്തിൽ നിന്ന് തിരിഞ്ഞ് മാനസാന്തരപ്പെടുക എന്ന്. Another picture that Jesus used for the conscience is the eye. യേശു മനസാക്ഷിയെക്കുറിച്ച് ഉപയോഗിച്ച വാക്ക് അത് കണ്ണ് എന്നാണ്. Luke chapter 11. ലൂക്കോസ് 11-ാം അധ്യായം. Luke 11 verse 34. ലൂക്കോസ് 11-ന്റെ 34-ാം വാക്യം. The eye is the lamp of your body. When your eye is clear or healthy, your whole body also is full of light. But when it is bad or unhealthy, your body also is full of darkness. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരം ഇരുട്ടുള്ളതത്രേ. Here Jesus is speaking about our conscience. ഇവിടെ യേശു നമ്മുടെ മനസാക്ഷിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. He's saying that all the other parts of your body may seem like it's fine, but your eye, the conscience, is not clear. നിങ്ങളുടെ മറ്റ് ശരീര അവയവങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നിയേക്കാം, എന്നാൽ ആ കണ്ണ്, നിങ്ങളുടെ മനസാക്ഷി, അത് ശരിയായിരിക്കുന്നില്ല. And if your conscience is not clear, even if you think that the rest of your body is clear, your whole body is full of darkness. എന്നാൽ ആ കണ്ണ്, മനസാക്ഷി ശരിയായിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശരീരവും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും എന്നാൽ അത് ശരിയല്ല. That's like saying the ship, everything is fine, all the sails are good, the motor is going well, everything's fine, but the compass is bad. ആ കപ്പലിന്റെ ഉദാഹരണത്തിൽ പോലെയാണ്, മറ്റെല്ലാ കാര്യങ്ങളും ശരിയാണ്, അതിന്റെ മോട്ടർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നു, അതിന്റെ മറ്റെല്ലാ കാര്യങ്ങളും ശരിയാണ്, എന്നാൽ ആ വടക്ക് നോക്കി യന്ത്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. Everything else in your life is fine or good, but your conscience is not clear, then your whole life is not clear. നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുവെങ്കിലും നിങ്ങളുടെ മനസാക്ഷി ശുദ്ധിയുള്ളതല്ല എങ്കിൽ ആ കാര്യത്തിൽ ഒന്നും ശരിയല്ല. Because then what the light that you think you have is actually darkness, because your conscience is not clear. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുന്ന ആ വെളിച്ചം അത് യഥാർത്ഥത്തിൽ അത് ഇരുളായിരിക്കും, കാരണം നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമല്ല. He says in verse 35, watch out that what you think is light in you is actually not darkness. 35-ാം വാക്യത്തിൽ, ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. നിങ്ങൾ വെളിച്ചമെന്ന് കരുതുന്നത് ഇരുളാകാതിരിക്കുവാൻ നോക്കുക. You see how the conscience is the window, as it were, for my whole room to be lit up. ഈ മനസാക്ഷി എന്നുള്ളത് എൻ്റെ മുഴുവൻ വീട്ടിലുള്ള ആ മുറികൾ മുഴുവൻ പ്രകാശമയമാക്കുവാനായിട്ട് വെളിച്ചം അകത്തേക്ക് അനുവദിക്കുന്ന ഒരു ജനൽ പോലെയാണ്. Before they invented electricity for lights, they had light came in from the sun through windows. ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വെളിച്ചം അകത്തേക്ക് വന്നത് ജനലുകളിലൂടെ സൂര്യ വെളിച്ചമാണ് അകത്തേക്ക് വന്നിരുന്നത്. But if the window is darkened or has lots of dirt on it, ആ ജനലുകൾക്ക് അത് അതിന്റെ ഉള്ളിൽ അതിൽ വളരെയധികം ചെളി പിടിച്ചിരിക്കുകയാണെങ്കിൽ, and even though the sun is shining bright, the light cannot come in, and I'm not able to see things in this room as clearly because the window is darkened.
ജനല് അത് ഇരുട്ടായിട്ടിരിക്കുന്നത് കൊണ്ട് ആ സൂര്യപ്രകാശം അകത്തേക്ക് കടന്നു വന്ന് എനിക്ക് മുറിക്കുള്ളിലുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധം അത് ഇരുടായിരിക്കും. So this conscience is so important. അതുകൊണ്ട് മനസാക്ഷി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. In 1 Timothy chapter 4, 1 തിമോത്തിയോസ് 4-ാം അധ്യായം verse 1. 1-ാം വാക്യം. We're thinking in this conference about manifesting the life of Christ in the last days. നാം ഈ കോൺഫറൻസിൽ ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവൻ ഈ അവസാന നാളുകളിൽ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. And it says here in verse 1, 1 Timothy 4:1, the Spirit explicitly says that in latter times or the last days, some will fall away from the faith, paying attention to deceitful spirits and doctrines of demons. 1 തിമോത്തിയോസ് 4:1 പറയുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. Imagine that. No, he's not talking about unbelievers paying attention to deceitful spirits and doctrines of demons. ഇവിടെ അവിശ്വാസികൾ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. He's talking about Christians who will fall away, and a demon is preaching and they believe what he's saying. ഇത് ഇവിടെ പറയുന്നത് ക്രിസ്ത്യാനികൾ വീണുപോയിട്ട് അവിടെ ഒരു വ്യാജാത്മാവ് സംസാരിക്കുന്നത് അവര് വിശ്വസിക്കുന്നതാണ്. To fall away from the faith means they had faith to begin with. വിശ്വാസത്തിൽ നിന്നും വീണു പോകുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് തുടക്കത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. And they will fall away to such an extent that a demon will preach something and they'll believe it. Doctrines of demons. അവര് ആ രീതിയിൽ വീണു പോകുന്നു, അത്രമാത്രം വീണു പോകുന്നു. അവര് ഒരു ഭൂതം സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നുവെങ്കിൽ അത് അവർ വിശ്വസിക്കുന്ന അത്ര അളവിലേക്ക് അവർ വീണു പോകുന്നു. Who do you think is in danger of believing a deceitful spirit or a demon? ആർക്കാണ് ഒരു വ്യാജാത്മാവിനെയോ ഭൂതത്തെയോ ഉപദേശത്തിൽ വഞ്ചിക്കപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അപകടം ഉള്ള ആളുകൾ? In the last days, it will be people of faith who will fall away. അവസാന നാളുകളിൽ വിശ്വാസികളായിട്ടുള്ള വിശ്വാസമുള്ള ആളുകളാണ് വീണു പോകുന്നത്. That means I ought to look at this verse and say, Lord, that could be me. അതിന്റെ അർത്ഥം ഈ വാക്യം നോക്കുമ്പോൾ ഞാൻ പറയണം, കർത്താവേ, അത് ഞാനാകാൻ കഴിയും. Help me to take it seriously that the warning you give me doesn't happen to me. കർത്താവേ, ഈ കാര്യം ഗൗരവത്തോടെ എടുക്കുവാനും അങ്ങ് നൽകുന്ന ഈ മുന്നറിയിപ്പ് അത് ഞാനായി ആകാതിരിക്കുവാൻ തക്കവണ്ണം എടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. So how does this happen where a believer can fall away and believe and now listen to what a demon is preaching and a deceitful spirit? ഈ കാര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു വിശ്വാസി വീണുപോയി ഒരു വ്യാജാത്മാവോ ഒരു ഭൂതമോ സംസാരിക്കുന്നത് വിശ്വസിക്കുന്നത്. Thank God he tells us in the rest of that sentence. കർത്താവിന് നന്ദി, അതിന്റെ തുടർച്ചയായിട്ടുള്ള വാക്യങ്ങളിൽ ആ കാര്യം കർത്താവ് പറയുന്നു. Happens because Christians will become hypocrites, liars. രണ്ടാം വാക്യത്തിൽ പറയുന്നത് അത് ഭോഷ്ക് പറയുന്നവരുടെ കപടഭക്തിയാൽ ആണ് എന്ന്. Yeah, so I don't know how it reads in Malayalam. My Malayalam is not as good, brother. But in at least in English, it talks in verses 1 and 2 that this falling away happens because of hypocrisy. ഈ വീണു പോകുന്ന കാര്യം സംഭവിക്കുന്നത് അത് കപടത്താൽ ആണ് എന്ന് ആണ് പറയുന്നത്. It says that this hypocrisy comes through a searing of the conscience, that a burning of the conscience. കപടഭക്തി, കപടം വരുന്നത്
മനസാക്ഷിയുടെ ചൂട് വെക്കുന്നതിലൂടെയാണ്, അതിനെ കത്തിക്കുന്നതിലൂടെയാണ്. So this hypocrisy means that, like we read in 2 Timothy 3, that I will have the form of godliness without the power. കപടഭക്തി എന്നുള്ളത് എനിക്ക് ദൈവഭക്തിയുടെ വേഷമുണ്ട് എന്നാൽ ശക്തിയില്ല എന്ന് നമ്മൾ കണ്ടതുപോലെയാണ്. See how dangerous hypocrisy is. ഈ കാപട്യം എന്നാൽ എത്ര അപകടം നിറഞ്ഞതാണെന്ന് കാണുക. Hypocrisy means that I continue to pretend like I'm obeying God and following God, but inside I'm not listening to my conscience. കാപട്യം എന്നാൽ ഞാൻ തുടർച്ചയായിട്ട് ഞാൻ കർത്താവിനെ കേൾക്കുന്നുവെന്നും കർത്താവിനെ അനുസരിക്കുന്നുവെന്നും ഞാൻ അഭിനയിക്കുന്നു, എന്നാൽ ഉള്ളിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. And I continue to pretend because I'm sitting in CFC and I must look like a good believer to the others. ഞാൻ അങ്ങനെ അഭിനയിക്കുന്നത് തുടരുന്നു, കാരണം ഞാൻ CFCയിലാണ് ഇരിക്കുന്നത്, മറ്റു വിശ്വാസികൾക്ക് ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് കാണിച്ചു കൊടുക്കണമെന്നും. And the longer this goes on, eventually I will fall away and believe even demons and deceitful spirits. ഈ കാര്യം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സാവധാനത്തിൽ ഞാൻ വീണുപോവുകയും വ്യാജം വിശ്വസിക്കുകയും ചെയ്യുന്നു. And it talks in this verse about your conscience being seared like a branding iron, like a hot iron. ഈ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ മനസാക്ഷിയെ ഒരു ഇരുമ്പിനെ ചൂടാക്കുന്നത് പോലെ അതിനെ ചൂടാക്കിയിരിക്കുന്നുവെന്ന്. Think of it like this. If you have a hand, you take your hand and put it on a hot stove. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കൈ അതൊരു വളരെ ചൂടുള്ള ഒരു സ്റ്റൗവിന്റെ വെക്കുക. As soon as you touch it, you'll pull your hand away because you got sensation in your hand that is very hot. It burns your hand. നിങ്ങൾ ആ അടുപ്പിൽ തൊടുമ്പോൾ തന്നെ പിൻവലിക്കും, കാരണം നിങ്ങൾക്ക് ആ പൊള്ളൽ ഏൽക്കുന്നതിന്റെ ആ കാര്യം നിങ്ങൾ അറിയും എന്ന്. It's like a conscience when it's sensitive. The moment you do it, you sense, I did something wrong. Your conscience is telling you did something wrong. അത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന്. അത് അങ്ങനെ പിൻവലിക്കും അപ്പോൾ തന്നെ. But to ignore your conscience is to keep your hand there on the hot plate. എന്നാൽ ആ മനസാക്ഷി തള്ളിക്കളയുക എന്നുള്ളത് ആ കൈ ആ ചൂടുള്ള അടുപ്പിൽ വെച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെയാണ്. Conscience tells you the way you spoke to your husband or wife was not right, but you ignore it. You keep your hand there for 1 hour. നിങ്ങളുടെ മനസാക്ഷി പറയുന്നു നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ പറഞ്ഞ ആ കാര്യം തെറ്റാണ്, എന്നാൽ അതിനെ അവഗണിച്ചുകൊണ്ട് ആ അടുപ്പിൽ കൈ 1 മണിക്കൂറത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നു. Then maybe you take it off a little bit, but yeah, you still don't listen. You don't listen to your conscience. കുറച്ച് അതിനെ പിൻവലിക്കുന്നു, എന്നാലും ഇപ്പോഴും നിങ്ങൾ മനസാക്ഷിയെ കേൾക്കുന്നില്ല. One day the time will come where your hand will be so burned that you can put it on a hot stove and you don't feel anything at all. ഒരു ദിവസം നിങ്ങളുടെ കൈ അത്രമാത്രം ചൂടായിട്ട് അത് നിങ്ങൾ ആ അടുപ്പിൽ കൈ വെച്ചാലും അത് നിങ്ങൾക്ക് തോന്നാത്തവണ്ണം ആയിത്തീരും. That's what he's saying here, that Christians will ignore their conscience to the point where a demon can preach something and they will believe it. അതാണ് ഇവിടെ പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ മനസാക്ഷിയെ അവഗണിച്ചുകൊണ്ട് അവസാനം ഒരു പിശാച് സംസാരിക്കുന്ന പ്രസംഗത്തെ അവർ വിശ്വസിക്കുന്ന അത്രയും അവർ ആയിത്തീരും. Now, will this happen only to little babies, or could a 50-year-old man also burn his hand on a hot stove? ഈ കാര്യം ഒരു കുട്ടിക്കും സംഭവിക്കാം, എന്നാൽ 50 വയസ്സുള്ള വ്യക്തിക്കും കൈ പൊള്ളിക്കുവാൻ കഴിയും. See why Paul told Timothy, who was his best co-worker, even you, Timothy, you must keep a clear conscience at all times. പൗലോസ് തന്റെ ഏറ്റവും നല്ല സഹപ്രവർത്തകനായിട്ടുള്ള തിമോത്തിയോസിനോട് പറയുന്നു, നീ പോലും തിമോത്തിയോസെ, നീ നിന്റെ മനസാക്ഷി എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കണം.
Whether you're 1 month old or 50 years old, if you keep your hand on a hot stove, one day it will be burned. നിങ്ങൾ 1 മാസം പ്രായമുള്ള വ്യക്തിയാണോ 50 വയസ്സുള്ള വ്യക്തിയാണോ, നിങ്ങൾ ചൂടുള്ള അടുപ്പിൽ നിങ്ങളുടെ കൈ വെച്ചുകൊണ്ടിരുന്നാൽ അത് അതിന് സംവേദനക്ഷമത ഇല്ലാതായി തീരും. You just became a child of God yesterday, or you have walked with Christ for 50 years. It doesn't matter. We must all keep our consciences clear all the time. നിങ്ങൾ ഇന്നലെ കർത്താവിന്റെ മകനായി തീർന്നോ, അല്ലെങ്കിൽ 50 വർഷമായിട്ട് കർത്താവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസാക്ഷി ശുദ്ധമായി സൂക്ഷിക്കണം. Look at what Paul says in Acts chapter 24. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായത്തിൽ പറയുന്നത് നോക്കാം. Acts 24, we read verse 15. അപ്പോസ്തല പ്രവൃത്തികൾ 24-ന്റെ 15-ാം വാക്യം. Having a hope in God, which these men cherish themselves, that there shall certainly be a resurrection of both the righteous and the wicked. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നു. What does it mean to manifest the life of Christ in the last days? ക്രിസ്തുവിന്റെ ജീവൻ അവസാന നാളുകളിൽ വെളിപ്പെടുത്തുന്നതിന് എന്ന് അർത്ഥമാക്കുന്നത്, we are testifying there is a judgment coming. നാം സാക്ഷീകരിക്കുന്നത് ഇതാണ്, ഒരു ന്യായവിധി ഉണ്ടാകും എന്നുള്ളത്. Last days means what? What comes after the last days? അവസാന നാളുകൾ എന്നാൽ എന്താണ്? അവസാന നാളുകൾക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത്? Last days and then judgment. അവസാന നാള്, അതിനുശേഷം ന്യായവിധി. You know, many Christians, when we talk about the judgment and the resurrection of the righteous and the wicked, they're pointing at others. Hey, repent because God's going to judge you. മിക്ക ക്രിസ്ത്യാനികളും ന്യായവിധിയെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ മറ്റുള്ളവരോടാണ് സംസാരിക്കുന്നത്. ഇതാ ന്യായവിധിയും വരുന്നു, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. But look at what Paul says. He knew there was a judgment coming, so what did he do? പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കുക. തനിക്ക് ഒരു ന്യായവിധി ഉണ്ടാവുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. താൻ എന്താണ് ചെയ്തത്? Verse 16, in view of this, I also do my best to maintain always a blameless conscience, both before God and before men. അതുകൊണ്ട് എനിക്ക് 16-ാം വാക്യം, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. Manifesting the life of Christ in the last days before the judgment means ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്തുന്നത് ന്യായവിധിക്ക് മുമ്പുള്ള അവസാന നാളുകളിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് that always I do my best to make sure my conscience is clear with God and with men. എപ്പോഴും ഞാൻ എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നു എന്റെ മനസാക്ഷി മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും ശുദ്ധമായി സൂക്ഷിക്കേണ്ടതിന്. Here's an honest question for us to ask ourselves. ഇത് നമ്മോട് തന്നെ ചോദിക്കാവുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ്. Is there anybody on this earth who can say that you have wronged them, you haven't set things right? ആരെങ്കിലും ഉണ്ടോ അവരോട് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നിട്ട് അത് ശരിയാക്കിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? He cheated me of some money, or he borrowed from me and he hasn't returned it. അവൻ എന്നെ ചില പണത്തെ സംബന്ധമായിട്ട് വഞ്ചിച്ചു, എന്നിൽ നിന്നും കടം വാങ്ങിയിട്ട് തിരികെ തന്നില്ല എന്ന് പറയുന്ന ആളുകൾ. That means you don't have a clear conscience with men. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള മനസാക്ഷി ഇല്ല എന്നുള്ളതാണ്. You came to this meeting and before you came, you spoke in a unchrist-like way to your spouse or your child at home. നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നു, എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ക്രിസ്തു തുല്യമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ നിങ്ങളുടെ കുഞ്ഞിനോടോ സംസാരിച്ചു എങ്കിൽ, first of all, that's a sin towards God. Your conscience is not clear with God. ഒന്നാമത് അത് ദൈവത്തിന് മുമ്പിൽ ഒരു പാപമാണ്. നിങ്ങളുടെ മനസാക്ഷി ദൈവത്തിന് മുമ്പിൽ ശുദ്ധമല്ല.
And your conscience is not clear with your family because you sinned against them. നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിലും മനസാക്ഷി ശുദ്ധമല്ല, കാരണം നിങ്ങൾ അവർക്കെതിരെ പാപം ചെയ്തു. To manifest the life of Christ is to live constantly in the state where I never allow my conscience to be corrupted. ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുക എന്നുള്ളത്, ഞാൻ തുടർമാനമായിട്ടും എൻ്റെ മനസാക്ഷി ശുദ്ധമായിട്ടിരിക്കുന്നു, ഒരു സമയത്തും അതിനെ അശുദ്ധമാകുവാൻ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്. If your conscience was sensitive, as soon as you spoke that way, like a hot stove, you recognize this is hot. നിങ്ങളുടെ മനസാക്ഷിക്ക് സ്പർശതയുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്ത അപ്പോൾ തന്നെ ഒരു അടുപ്പിൽ കൈവച്ചതുപോലെ നിങ്ങൾ അത് മനസ്സിലാക്കും. But if you ignore it and shove it aside, you'll burn your conscience. എന്നാൽ നിങ്ങൾ അതിനെ അവഗണിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൈ വെച്ചുകൊണ്ടിരുന്ന് അത് പൊള്ളിപ്പോകുന്ന പോലെയാണ്. Manifesting to others the life of Christ, ക്രിസ്തുവിന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് means that nobody has any basis of accusation against me for anything that I've done wrong. ഒരാൾക്കും എനിക്കെതിരെ ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്നെ കുറ്റം വിധിക്കുവാനായിട്ട് ഒരു കാര്യവും ഞാൻ അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. Look at this verse in Matthew chapter 5. മത്തായി 5-ാം അധ്യായത്തിലെ ഈ വാക്യം നമുക്ക് നോക്കാം. Verse 23. 23-ാം വാക്യം. Now, by the way, he's talking about how we speak to others. You read verse 22. 22-ാം വാക്യത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയെക്കുറിച്ചാണ് പറയുന്നത്. Speaking to others in anger. കോപത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നു. Verse 23, therefore, if you are presenting your offering at the altar and there remember that your brother has something against you. 23-ാം വാക്യം, ആകയാൽ നിന്റെ വഴിപാട് യാഗത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, leave your offering there before the altar and go first be reconciled to your brother, set it right, and then come and present your offering. ഒന്നാമത് ചെന്ന് നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. See, one day all of us will stand before God. ഒരു നാളിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും. Our lives will be like laid before the altar there before him. നമ്മുടെ ജീവിതം യാഗപീഠത്തിൽ വെച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും. That's what Paul called the resurrection of both the righteous and the wicked. അതാണ് പൗലോസ് പറയുന്നത് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം എന്ന്. When you get there and suddenly you remember that brother has something against me for what I did against him. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു ചിന്തിക്കുക, ആ സഹോദരന് ഞാൻ തന്നോട് ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു പ്രയാസമുണ്ട്. Then it's too late. അപ്പോൾ അത് വളരെ വൈകിപ്പോയി. There's no more chance to go back and set it right. അതിനി ശരിയാക്കാനായിട്ട് ഒരു അവസരവുമില്ല. That's why Jesus gave us this warning now before that final altar. അതുകൊണ്ടാണ് ആ അവസാനത്തെ യാഗപീഠത്തിന് മുമ്പേ യേശു ഈ മുന്നറിയിപ്പ് നമുക്ക് നൽകിയത്. And Paul took it seriously and says, I take God's word seriously. I make sure my conscience is clear before men and God. പൗലോസ് അതിനെ ഗൗരവത്തിലെടുത്തു. ഞാൻ ഈ കാര്യത്തെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് എൻ്റെ മനുഷ്യന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും എൻ്റെ മനസാക്ഷി ഞാൻ ശുദ്ധമായി വെക്കും. So now, before it is too late, dear brother, dear sister, dear child, ഇപ്പോൾ ഇത് വൈകിപ്പോകുന്നതിന് മുമ്പേ പ്രിയ സഹോദര, പ്രിയ സഹോദരി, കുഞ്ഞെ, when you come to pray to God, you come to the meeting, you come to the conference, നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങൾ മീറ്റിങ്ങിന് വരുമ്പോൾ, നിങ്ങൾ കോൺഫറൻസിന് വരുമ്പോൾ, and you remember, I've wronged somebody and I haven't said it right. അപ്പോൾ നിങ്ങൾ ഓർക്കുകയാണ്, ഞാൻ ആരോടോ ഒരു തെറ്റ് ചെയ്തു, എന്നാൽ അത് ഞാൻ ശരിയാക്കിയിട്ട് ഇല്ല എന്ന്. In your heart at least say, Lord, I'm setting it right now before you. നിങ്ങളുടെ ഹൃദയത്തിൽ എങ്കിലും പറയുക, കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇതിപ്പോൾ ഞാൻ ശരിയാക്കുന്നു.
And at the earliest opportunity, I'm going to go set it right with that person also. എനിക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ ആ വ്യക്തിയോടും ഞാനത് പോയി ശരിയാക്കും. Immediately, dear brother, dear sister, dear child, God will give you a sensitive conscience. അപ്പോൾ തന്നെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, കുഞ്ഞെ, ദൈവം നിങ്ങൾക്ക് ഒരു സ്പർശിതുള്ള മനസാക്ഷി നൽകും. Bible speaks in 1 Peter 3 about our consciences being made clean by the blood of Jesus Christ. 1 പത്രോസിൽ ബൈബിൾ പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്. Set it right in your heart immediately. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ കാര്യത്തെ അപ്പോൾ തന്നെ ശരിയാക്കുക. One more aspect of keeping a clear conscience in Matthew chapter 6. മത്തായി 6-ാം അധ്യായത്തിലും നല്ല മനസാക്ഷി സൂക്ഷിക്കുന്നതിന്റെ ഒരു കാര്യമുണ്ട്. Not only setting right the things I've done wrong, ഞാൻ തെറ്റായി ചെയ്ത കാര്യങ്ങളെ ശരിയാക്കുക മാത്രമല്ല, but also forgiving what others have done wrong to me. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നോട് ചെയ്ത പിഴകളെ ക്ഷമിക്കുന്നതും അതിൽ ഉണ്ട്. Matthew 6 verse 12. മത്തായി 6-ന്റെ 12-ാം വാക്യം. Pray to God and ask him to forgive your sins. You only can do that as you have forgiven others their sins against you. Matthew 6:12. മത്തായി 6-ന്റെ 12-ൽ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളോട് കടം ചെയ്ത തെറ്റ് ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ആയിരിക്കണം. Verse 14, if you forgive others for their transgressions, then your heavenly Father will also forgive you. 14-ാം വാക്യം, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. He says it a third time, verse 15, if you do not forgive others, then your Father will not forgive your transgressions. മൂന്നാമതായിട്ട് കർത്താവ് 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. Means when you stand before the judgment seat of Christ and you're presenting your whole life there before him, before God. അതിന്റെ അർത്ഥം നിങ്ങൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും കർത്താവിന് അർപ്പിക്കുമ്പോൾ, there you remember there's one person I haven't forgiven. അവിടെ കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ ജീവിതം കാണിക്കുമ്പോൾ ഓർക്കുകയാണ്, ഒരു വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചിട്ടില്ല എന്ന്. And you say, Lord, are my sins all forgiven? I said that prayer back 30 years ago. നിങ്ങൾ ചോദിക്കുന്നു, കർത്താവേ എന്റെ പാപമെല്ലാം ക്ഷമിച്ചോ? ഞാൻ ആ പ്രാർത്ഥന 30 വർഷം മുമ്പ് പ്രാർത്ഥിച്ചതാണ്. God will say, I know you prayed, but you didn't forgive them. I cannot forgive you. ദൈവം പറയും, നീ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയാം, എന്നാൽ നീ ക്ഷമിച്ചില്ല, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല. Keep a clear conscience is to make sure that I've set right everything before God and before men. നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സാക്ഷി സൂക്ഷിക്കുക എന്നാൽ ഞാൻ ദൈവത്തോട് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ആയിരിക്കുക എന്നുള്ളതാണ്. And I've forgiven everybody for what they might have done to me. അതിന്റെ കൂടെ തന്നെ ഞാൻ അവര് എന്നോട് ചെയ്ത തെറ്റുകൾക്ക് എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു എന്നുള്ളതും ഉണ്ട്. Now, having said all of these things, brothers and sisters and children, we must be filled with the Holy Spirit. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ തന്നെയും സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. The more we are filled with the Holy Spirit, the more sensitive we become to these things. നാം അധികമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ഈ കാര്യങ്ങളോട് നാം അധികം സംവേദനക്ഷമതയുള്ളവരായി തീരും. So if you find that there's a lack of faith or that your conscience is not clean, ask the Holy Spirit to fill you. നിങ്ങൾ വിശ്വാസത്തിൽ കുറവുള്ളവരെ എന്നും നിങ്ങളുടെ മനസാക്ഷി ശുദ്ധം ഇല്ല എന്ന് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. But there's two ways to lose the fullness of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവ് നഷ്ടപ്പെടുന്നതിന് 2 വഴികളുണ്ട്. Think of it like a bucket. There's 2 ways to empty a bucket that's full of water. ഒരു ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അത് ശൂന്യമാക്കാൻ, അതൊഴിച്ചു കളയാൻ 2 വിധങ്ങളുണ്ട്. One is to take the bucket and turn it upside down, then it's immediately all the water is gone.
ഒന്നാമത്തെ രീതി ബക്കറ്റ് എടുത്ത് അത് കമഴ്ത്തുക, അപ്പോൾ തന്നെ ആ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകും. Pride will immediately drain you of all of the fullness of the Holy Spirit in a moment. നിഗളം അത് അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അത് ഒഴുക്കിക്കളയുന്ന കാര്യമാണ്. But a second way to lose the fullness of the Holy Spirit is to have a little hole at the bottom of the bucket. ആ പരിശുദ്ധാത്മാവിന്റെ അത് നഷ്ടപ്പെടുന്നതിന്റെ രണ്ടാമത്തെ വഴി ആ ബക്കറ്റിന്റെ അടിയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. A small area where you don't have a clear conscience. ചെറിയൊരു മേഖല നിങ്ങൾക്ക് ശരിയായ ശുദ്ധ മനസാക്ഷി ഇല്ലാത്തതായിട്ടുള്ളത്. You experience a filling of the Holy Spirit, but soon it's draining, losing the anointing. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കുന്നു, എന്നാൽ പെട്ടെന്ന് തന്നെ അത് നഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നു. The longer you let that hole be there at the bottom, the hole will get bigger and bigger and bigger. നിങ്ങൾ അവിടെയുള്ള ആ തുള അത് കൂടുതൽ സമയം അത് അങ്ങനെ തന്നെ ആയിരിക്കുവാൻ അനുഭവിക്കുമ്പോൾ അത് വലുതായി തീരും. Let's manifest the life of Christ in these last days. നമുക്ക് ഈ അവസാന നാളുകളിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്താം. Always keeping our conscience clear. എപ്പോഴും നമ്മുടെ മനസാക്ഷി ശുദ്ധിയുള്ളതായി സൂക്ഷിക്കാം. The moment we realize that we've done something wrong, we set it right immediately. നാം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനെ ശരിയാക്കുക. Father, I pray that you will help us through your Holy Spirit in the things we've heard. പിതാവേ, ഞങ്ങൾ ഇന്ന് കേട്ട കാര്യം അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളെ അത് സത്യമായി തീരുമാനം പ്രാർത്ഥിക്കുന്നു. Thank you, Lord Jesus, that you've gone ahead of us as an example for us to follow in all of these things. നന്ദി കർത്താവേ യേശുവേ, അങ്ങ് ഈ കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് മാതൃകയായിട്ട് മുമ്പേ നടന്നു പോയതിന്. I pray, Holy Spirit, that you'll fill us so that we can see Jesus and follow him wholeheartedly. ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങൾ അങ്ങയെ പിൻപറ്റുവാനായിട്ട്. Believe you'll help these dear brothers and sisters and children as well. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു, ഈ സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും. Thank you in Jesus' name. Amen. നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Thank you, brothers and Amen. sisters and children. താങ്ക് യു. നന്ദി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ.